നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത. ഇന്ന് നമുക്ക് പുത്രത ഏകാദശിയെക്കുറിച്ച് ഒന്ന് ആലോചിക്കാം. ശ്രാവണ മാസത്തിലെ ഏകാദശിയാണിത്. ഈ വരുന്ന അതായത് ഈ ഓഗസ്റ്റ് 5-ാം തീയതി ചൊവ്വാഴ്ചയാണ് പുത്രത ഏകാദശി. നമുക്കറിയാവുന്ന പോലെ തന്നെ തലേ ദിവസം മുതൽ നമ്മൾ ഈ നോയമ്പ് തുടങ്ങും. രാത്രിയിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക, ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിക്കുക. ഒരു കാര്യം മറക്കരുത്, ഈ തിഥി തുടങ്ങുന്നത് രാവിലെ 11:41 മുതലാണ്, തിങ്കളാഴ്ച. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ നമ്മൾ തുളസിപ്പൂവൊക്കെ പറിച്ചു വയ്ക്കണം. കാരണം ഏകാദശിയുടെ അന്ന് നമ്മൾ തുളസിപ്പൂ പറിച്ചു വയ്ക്കാറില്ല. ഏകാദശിയുടെ അന്ന് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, എന്നത്തെയും പോലെ തന്നെ ശുദ്ധിയായിട്ട് വിളക്ക് കൊളുത്തുക. നെയ്വിളക്ക് കൊളുത്തുന്നതാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് തന്നെ വിളക്കൊക്കെ കൊളുത്താം. പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഭഗവാന്റെ നാമം ജപിക്കുകയാണ്. നമുക്കറിയാവുന്ന ഏത് നാമം ജപിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അത്യുത്തമം തന്നെയാണ്. അതിനുശേഷം നമ്മുടെ സൗകര്യമനുസരിച്ച് ക്ഷേത്ര ദർശനം നടത്തുക. നമുക്കറിയാമല്ലോ, ക്ഷേത്രത്തിലെ വിഷ്ണുവിൻ്റെയോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെയോ ക്ഷേത്രത്തിൽ പോയാൽ മാത്രം പോരാ. ഇത് പുത്രത ഏകാദശി ദിവസമാണ്. നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിപാടൊക്കെ കഴിക്കുക. കൂടുതലൊന്നും വേണ്ട, പുഷ്പാഞ്ജലി കഴിക്കാം. പിന്നെ ഒരു നെയ്വിളക്ക് സമർപ്പിക്കാം. ഏറ്റവും പ്രധാനം ഈ ഭഗവാനെ ധ്യാനിക്കുക എന്നുള്ളത് തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹരിവാസരം എന്ന് പറയുന്ന രാവിലെ 7:20 മുതൽ വൈകുന്നേരം, അതായത് ചൊവ്വാഴ്ച തന്നെ 7:20 മുതൽ 7:26 വരെയാണ് പാരണാസമയം എന്ന് പറയുന്നത്. പിറ്റേ ദിവസം അതായത് ബുധനാഴ്ച ദശമിയുടെ അന്ന് 6:17 മുതൽ 8:52 വരെയാണ്. ഈ പാരണാസമയത്ത് നമുക്കറിയാമല്ലോ, ഒന്നുകിൽ ക്ഷേത്രത്തിൽ പോയി നമുക്ക് തീർത്ഥം സേവിച്ച് പാരണം ഇടാം, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ ശുദ്ധമായ ജലമെടുത്തിട്ട് കുറച്ച് ഉണക്കലരിയും 2 തുളസിപ്പൂവും കൂടെ ഇട്ടിട്ട് നമുക്ക് പാരണം ഇടാം. ഭഗവാനെ, ഞാൻ ഈ വ്രതം അവസാനിപ്പിക്കുകയാണ്, അങ്ങ് സംപ്രീതനാകണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ. വേറെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് നമ്മളുടെ മനസ്സിൽ നിന്നുള്ള ആ വാക്കുകൾ പറഞ്ഞ് നമുക്ക് ഈ വ്രതം അവസാനിപ്പിക്കാം. നമ്മളെല്ലാവരും തീർച്ചയായിട്ടും അനുഷ്ഠിക്കേണ്ട ഒരു വ്രതം തന്നെയാണ്. കാരണം ഇത് കുട്ടികളില്ലാത്തവർക്ക് സൽപുത്രന്മാർ ഉണ്ടാകാനായിട്ടും ഈ വ്രതം വളരെ നല്ലതാണ്. ഇനി നമുക്ക് വ്രതകഥയിലേക്കും കൂടെ കടക്കാം. എല്ലാ ഏകാദശിക്കും ഓരോ വ്രതകഥയുണ്ടല്ലോ. മഹിഷ്മതി എന്ന രാജ്യത്തിലെ മഹിജൻ എന്ന രാജാവിൻ്റെ കഥയാണ്. യുധിഷ്ഠിരനോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്ന കഥയാണിത്. അദ്ദേഹം പ്രജാക്ഷേമ തൽപരനായ, അത്യന്തം പ്രജകളെയൊക്കെ സ്വന്തം മക്കളെപ്പോലെ തന്നെ നോക്കി പരിപാലിച്ചു കൊണ്ടിരുന്ന ഒരു രാജാവായിരുന്നു. പ്രജകൾക്കാണെങ്കിലും അദ്ദേഹത്തെ അത്രമാത്രം സ്നേഹവും ബഹുമാനവും ഇഷ്ടവും എല്ലാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടെന്നറിഞ്ഞില്ല, അദ്ദേഹത്തിന് പുത്രഭാഗ്യമുണ്ടായില്ല. അതിൽ അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രോമേശ മഹർഷിയെ കണ്ടുമുട്ടുന്നു. അദ്ദേഹം ഈ വ്യസനം അറിയിക്കുന്നു അദ്ദേഹത്തോട്. അദ്ദേഹം അതിന് ഒരു ഉപദേശം കൊടുത്തു. അതായത് ശ്രാവണ മാസത്തിലെ പുത്രത ഏകാദശി അനുഷ്ഠിച്ചാൽ മതി, അങ്ങേക്ക് തീർച്ചയായും കുട്ടികൾ ഉണ്ടാവേണ്ടതാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് അദ്ദേഹം ഈ ഒരു കാര്യം രാജ്യത്ത്, വീട്ടിൽ മാത്രമല്ല, രാജ്ഞിയോട് മാത്രമല്ല, എല്ലാവരോടും തന്നെ എല്ലാവരും അറിഞ്ഞു ഇത് ഇങ്ങനെയൊരു കാര്യം. അതുകൊണ്ട് ആ നാട്ടിൽ എല്ലാവരും പുത്രത ഏകാദശി അനുഷ്ഠിക്കൽ എല്ലാ പ്രജകളും തന്നെ, രാജാവും രാജ്ഞിയും ഒക്കെ
വ്രതം അനുഷ്ഠിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുത്രഭാഗ്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ പുത്രന്മാർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വ്രതം അനുഷ്ഠിക്കണം. നല്ല വാക്ക് ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നുമെൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായി ചിൽപ്രകാശരൂപനെ വണങ്ങണം. പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, അപ്പദാബ്ജം തന്നിലായി സദാ നമിച്ചിടട്ടെ നാം. ആ പൊഞ്ചിലമ്പ് കൊഞ്ചുന്ന ആ പിഞ്ചുപാദത്തിൽ 1000 പ്രണാമം.